കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച സിനിമയാണ് ട്രാഫിക്. ചോക്ലേറ്റ് ഹീറോയിൽ നിന്നും വില്ലനിലേക്ക് സ്ഥാനം മാറ്റം ലഭിച്ച സിനിമയാണ് ട്രാഫിക്. രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ച വിജയം നേടിയിരുന്നു. ചിത്രത്തിന്റെ പ്രമേയവും അവതരണവും മലയാള സിനിമയ്ക്ക് പരിചിതമായിരുന്നില്ല. എന്നാൽ പരീക്ഷണ സിനിമകൾക്ക് മുന്നിൽ മുഖം തിരിക്കാതെ പ്രേക്ഷകർ ഈ ചിത്രം ഏറ്റെടുത്തിരുന്നു. രാജേഷ് പിള്ളയുടെ അടുത്ത ചിത്രത്തിലും സഹകരിക്കുമെന്ന് അന്നേ വാക്ക് നൽകിയിരുന്നു. പുതിയ ചിത്രത്തിന്റെ കാര്യങ്ങൾ ഒരുക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായാണ് സംവിധായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പിന്നീട് ഈ ചിത്രം അടുത്ത സുഹൃത്തുക്കൾ ഏറ്റെടുത്തതോടെയാണ് സംവിധായകൻ മഹേഷ് നാരായണൻ ഈ ചിത്രത്തിലേക്ക് എത്തിയത്. ലാഭം പ്രതീക്ഷിച്ചല്ല താൻ ഈ സിനിമയുടെ ഭാഗമായതെന്നാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത്. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാജേഷിന്റെ കുടുംബത്തെയും സഹായിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട കുടുംബത്തിനാണ് ആദ്യ സഹായം നൽകുന്നത്. ചോക്ലേറ്റ് ഹീറോയായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ സിനിമയിലേക്ക് എത്തിയത്. വർഷങ്ങൾ എടുത്താണ് ആ ഇമേജിൽ നിന്ന് മോചനം നേടിയത്. ഈയിടെയായി താരം ചെയ്യുന്നതെല്ലാം സീരിയസ് വേഷങ്ങളാണ്. ഇനി അതിൽ നിന്നൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നതെന്നാണ് താരം അറിയിച്ചിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് നടൻ എന്ന നിലയിൽ തനിക്ക് സംതൃപ്തി ലഭിക്കുന്നത്. രാജേഷ് പിള്ളയുടെ അടുത്ത സുഹൃത്താണ് കുഞ്ചാക്കോ ബോബൻ. അദ്ദേഹത്തിന്റെ പേരും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഈ ചിത്രം തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. മലയാള സിനിമയിലെ തന്നെ വഴിത്തിരിവായിരുന്ന ട്രാഫിക് എന്ന സിനിമ അതേപോലെ തന്നെ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ടേക്ക് ഓഫ് എന്ന സിനിമയും. ടേക്ക് ഓഫിന്റെ സംവിധായകൻ മഹേഷ് നാരായണനായിരുന്നു ട്രാഫിക്കിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. മിലിയുടെ തിരക്കഥയും അദ്ദേഹത്തിന്റേതാണ്. രാജേഷ് പിള്ളയുടെ മനസ്സറിയുന്ന ആൾ കൂടിയാണ് മഹേഷ് എന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ABC മലയാളം.